ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനുപ്രിയ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനുപ്രിയ, യഥാർത്ഥ പേരല്ല. ഞാനിപ്പോൾ ഡിഗ്രി പൂർത്തിയാക്കി നിൽക്കുകയാണ്. അടുത്തത് എനിക്കിഷ്ടപ്പെട്ടൊരു വിഷയത്തിൽ PG ചെയ്യണമെന്നാണ് ആഗ്രഹം. എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, പിന്നെ എൻ്റെ അച്ഛൻ എന്നിവരാണുള്ളത്. അമ്മയുടെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഒറ്റ മകളാണ്, ഞാനും ഒറ്റ മകളാണ്. എൻ്റെ അമ്മയുടെ ഭർത്താവ്, അതായത് എൻ്റെ മുത്തശ്ശൻ, എൻ്റെ അമ്മയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. ധാരാളം ഭൂസ്വത്തുക്കളും ഒക്കെ അന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മമ്മ തനിയാണ് എൻ്റെ അമ്മയെ വളർത്തിക്കൊണ്ട് വന്നത്. പണത്തിനൊന്നും യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അമ്മമ്മയുടെ കല്യാണവും വളരെ ചെറുതിൽ കഴിഞ്ഞതാണ്. പിന്നെ എൻ്റെ അമ്മയുടെ കല്യാണവും 18 വയസ്സ് തികഞ്ഞ് ഏതാനും ആഴ്ചക്കുള്ളിൽ തന്നെ അമ്മമ്മ നടത്തി. അതിന് കാരണം അമ്മമ്മയുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തി കുടുംബം ഉണ്ടാക്കണമെന്നാണ്. പക്ഷേ അമ്മമ്മയും എൻ്റെ അമ്മയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മമ്മയ്ക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു, വീട്ടിൽ നിൽക്കുന്ന ചെക്കൻ തന്നെ വേണം, അല്ലാതെ വേറൊരു ചെക്കനെ സമ്മതിക്കില്ല. അങ്ങനെ അമ്മമ്മയുടെ സ്വത്തൊക്കെ കണ്ട് ആ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെക്കനെയാണ് അമ്മമ്മ കണ്ടുപിടിച്ചത്. അതാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ വെളുത്ത് തൊടുത്ത് വളരെ സുന്ദരനായ ഒരാളാണ്. അമ്മയെ വിവാഹം ചെയ്യുമ്പോൾ അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ താഴ്ന്ന നിലവാരത്തിലായിരുന്നു. ഇവിടെ വന്ന് നിന്നോളാം എന്നുള്ള വ്യവസ്ഥയിലാണല്ലോ കല്യാണം. വന്നു കഴിഞ്ഞ ശേഷം അമ്മമ്മയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിപ്പിച്ചത്. അങ്ങനെ സർക്കാർ ജോലി കിട്ടി. എങ്കിലും എൻ്റെ അച്ഛൻ പാവമാണ്, ഒന്നിനും വാ തുറക്കില്ല. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുമെങ്കിലും അമ്മമ്മയോടോ എൻ്റെ അമ്മയോടോ എന്നോടോ ഒന്നും എതിരി പറയില്ല. ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ്. പിന്നെ എൻ്റെ വീട് ഭരിക്കുന്നത് അമ്മമ്മയാണ്. വേറെ ആർക്കും ഇവിടെ വലിയ ശബ്ദമൊന്നുമില്ല. അമ്മമ്മയെ ഞാനും കൂടെ വഴക്കുണ്ടാക്കും എന്നുള്ളതല്ലാതെ മറ്റുള്ളവരാരും അമ്മമ്മയെ ധിക്കരിക്കില്ല. അപൂർവമായിട്ട് മാത്രമേ അമ്മമ്മ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കാറുള്ളൂ. ഇപ്പോഴും സമ്പത്തിൻ്റെ കാര്യത്തിൽ അമ്മമ്മ തന്നെയാണ് റാണി. ഇഷ്ടം പോലെ സ്വത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, ബന്ധുക്കൾക്കുമൊക്കെ അമ്മമ്മയെ വലിയ ബഹുമാനമാണ്. എൻ്റെ അച്ഛന് പിന്നെ പറയേണ്ട കാര്യമില്ല. സ്വന്തം അമ്മയും സ്വന്തം വീട്ടുകാരുമൊക്കെ എവിടെയാണെന്ന് പോലും എൻ്റെ അച്ഛൻ തിരക്കാറില്ല. അമ്മമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവിടെ പ്രത്യക്ഷനാകുന്ന ഒരു ഭൂതത്തെ പോലെയാണ് എൻ്റെ അച്ഛൻ. അവർ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. എൻ്റെ അമ്മയുമായി അത്ര അടുപ്പമില്ലെന്ന് ചെറുപ്പകാലം മുതൽക്കേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ സമ്പത്തുള്ള ഒരാളെ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ബഹുമാനവും ഭയവും അടുപ്പമൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 5ാം ക്ലാസ് മുതലേ വീടിൻ്റെ മുകൾ നിലയിലാണ് ഞാൻ തനിയെ ഉറങ്ങുന്നത്. അച്ഛനും അമ്മ എന്നോട് പറഞ്ഞത്, മുകൾ നില മുഴുവനും അവിടെ 3 മുറിയുണ്ട്, ആ 3 മുറിയും നിനക്കാണ്, മുകളിലേക്ക് ആരും വരുന്നില്ല, മോള് തന്നെ അവിടെ ജീവിക്കാൻ പഠിക്കണം, ഉറങ്ങാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മുകളിൽ സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു റൂം എനിക്ക് ഉറങ്ങാനുള്ളത്, മറ്റൊരിടത്ത് എൻ്റെ പഠന റൂം, അങ്ങനെ എല്ലാം സെറ്റപ്പാണ്. അത്യാവശ്യം നല്ല ആഡംബരത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. മാഡം, ഇപ്പോൾ ഈ ഒരു കാര്യം എഴുതാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അവധിക്കാണ്, ഏകദേശം 1 വർഷമായി കാണും, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ മകൻ്റെ കല്യാണമാണ്. അവർ വീട്ടിൽ വന്ന് വിളിച്ചു. ഇവിടെ അങ്ങ് വെച്ചിട്ടല്ല, അങ്ങ് ദൂരെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. എല്ലാവരും തലേദിവസം അവിടെ പോയി സെറ്റിലാകണം. പിന്നെ ഉച്ചയ്ക്ക് കല്യാണം, അത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴേക്കും രാത്രി കുറേ നേരമാകും. അങ്ങനെ സെറ്റപ്പാണ്. പക്ഷേ അമ്മമ്മയ്ക്ക് പോകാൻ വയ്യ. അച്ഛന് ഡ്യൂട്ടിയുണ്ട്, 2 ദിവസം പോകും. പുള്ളിക്ക് പോകാൻ വയ്യ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. എനിക്ക് പോകാൻ പറ്റില്ല. കാര്യം അമ്പലത്തിലൊന്നും കയറാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. അങ്ങനെ അമ്മയാണ് ആ വിവാഹത്തിന് പോയത്. അന്ന് രാത്രി അമ്മമ്മയാണ് എല്ലാം വെച്ച് വിളമ്പി ഞങ്ങൾക്ക് അത്താഴമൊരുക്കിയത്. അത്താഴശേഷം ഞാൻ മുകളിലേക്ക് പോയി. അപ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നത്. എനിക്കൊരു കാമുകനുണ്ട് മാഡം. ആ സമയത്ത് ആ ഒരു പ്രേമബന്ധം തുടങ്ങിയിട്ട് ഏകദേശം 3-4 മാസമായിട്ടുള്ളൂ. എനിക്ക് ആ പ്രേമം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയമാണ്. അവനെ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്കും
വരാൻ പറ്റില്ല. അതുമാത്രമല്ല, ഞാൻ ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, അവൻ അത്ര വലിയ ആക്രാന്തക്കാരനൊന്നുമല്ല. ഇങ്ങോട്ട് ചാടിക്കയറി വരാം എന്നൊന്നും പറഞ്ഞ ടൈപ്പുമല്ല. അതുകൊണ്ട് പ്രേമം ഒരു പ്രത്യേക ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അന്നവൻ ഏകദേശം 11 മണി കഴിയുമ്പോഴേക്കും ബൈക്കിൽ അതുവഴി പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ബാൽക്കണിയിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് റിസ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് വാ, റിസ്ക് എടുത്താലേ പ്രേമിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, വരുന്ന സമയത്ത് ഞാൻ ഗേറ്റ് അവിടേക്ക് വരാം, വേണമെങ്കിൽ ഗേറ്റിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നോട്ട് വേണമെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ വരാൻ നേരത്തെ തന്നെ വിളിച്ചു. 10 മിനിറ്റ് മുമ്പ് ഞാൻ താഴേക്ക് ഇറങ്ങി നിന്നു. അവരെ ഉറക്കത്തിലാകുമെന്ന് എനിക്കറിയാം, അമ്മമ്മയും അച്ഛനുമൊക്കെ. പിന്നെ ഞാൻ മുൻവശം തുറന്ന് ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങിപ്പോയിരിക്കാറുണ്ട്. അതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കാറില്ല. രാത്രിയൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ സിറ്റൗട്ടിൽ വന്നിരിക്കും. അങ്ങനെ സ്വഭാവം എനിക്കുണ്ട് രാത്രിയാണെങ്കിലും. അപ്പോൾ ഞാൻ ഇറങ്ങി അവിടെ ചെന്നിരുന്നു. അവനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു 5 മിനിറ്റ് ഗേറ്റിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ സംസാരിച്ചു. അവൻ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒന്ന് കിള്ളുകയും നുള്ളുകയും ചെയ്തു. ഇറങ്ങി വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്രയും വലിയ റിസ്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് അവനെ വിട്ടു മാഡം. തിരിച്ച് ഞാൻ വീട്ടിൽ കയറി പതുക്കെ മെയിൻ വാതിൽ അടച്ചു. അപ്പോഴുണ്ട് അകത്തവിടെ നിന്നു അയ്യോ എന്നൊരു ശബ്ദം. ഞാൻ ഓർത്തു ആരോ എവിടെയോ വീണതാണ്, അല്ലെങ്കിൽ കാലോ കയ്യോ ഒക്കെ മുട്ടില്ലേ, ആ മുട്ടുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം പോലെയാണ്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ശബ്ദത്തിൻ്റെ ഉയർച്ച കൂടിക്കൂടി വന്നു, ഒരു താളക്രമത്തിൽ. ദൈവമേ, രാത്രി ആരെങ്കിലും ഈ വീട്ടിൽ സംഗീതം പഠിക്കുന്നുണ്ടോ, നാഗവല്ലി വല്ലതും ഉണ്ടോ, എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു കാര്യമാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മമ്മയുടെ മുറിയിൽ നിന്നാണ് അത് കേൾക്കുന്നത്. ദൈവമേ, അമ്മമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയതാണോ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ആ റൂമിലേക്ക് ചെന്നു. റൂമിനകത്ത് ലൈറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അച്ഛനെ വിളിക്കുന്ന പേര് വിളിക്കുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനാണ് അകത്ത്. മോനെ, സോമൂട്ട എന്ന് വിളിക്കുന്നു. അപ്പോൾ അച്ഛൻ എന്താമ്മേ, അമ്മയ്ക്ക് വയ്യാടാ. അമ്മയ്ക്ക് എന്താ വയ്യാത്തേ? എന്നിട്ടും അമ്മ നല്ല ഫോമിലാണല്ലോ. ഒന്ന് പോടാ മോനെ, നീ അവസാനിപ്പിക്കൂടാ ഇപ്പോഴെങ്ങാണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടു. അവസാനിപ്പിക്കാനല്ലേ വന്നത്, ഞാൻ വന്നിട്ട് അരമണിക്കൂറിലേ ആയുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചാലും അമ്മയുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? രാവിലെ 5 മണിക്കല്ലേ അമ്മ അനുവദിക്കുള്ളൂ. അമ്മ എന്താ പുതിയ രീതിയിൽ എന്നോട് ചോദിക്കുന്നത്? അപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ വെറുതെ ചോദിക്കുന്നതാണല്ലോടാ, ഒരു രസത്തിന് ചോദിച്ചതാണ്, നീ ഉത്തരം താടാ. നിനക്കറിയില്ലേ, എനിക്ക് നിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കണം. നീ ശബ്ദമില്ലാതെ പ്രവർത്തിച്ചാൽ എനിക്ക് കർമ്മമേഖലയിൽ ഓളമുണ്ടാകില്ല എന്ന് നിനക്കറിയാമല്ലോ എന്ന്. അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, അതേ കള്ളിപ്പെണ്ണെ, എനിക്കറിയില്ലേ, ഇന്നെന്തായാലും നമുക്ക് മഹാരാത്രിയാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ട് മറ്റു പല ശബ്ദങ്ങളും കേട്ടു. ഇപ്പോഴത്തെ ജനറേഷനെ ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്ത് ശബ്ദം എന്തിൻ്റേതാണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് മനസ്സിലായി വീടെടുത്ത് രണ്ടുപേരും കൂടെ തലതിരിച്ച് വെക്കുന്നെന്ന്. ആ നിമിഷം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം അമ്മമ്മയും എൻ്റെ അച്ഛനും തമ്മിൽ കാണുമ്പോൾ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പേടിയുള്ള ആളുകളെ പോലെയാണ് പെരുമാറുന്നത് എൻ്റെ കൺമുൻ വെച്ചിട്ട്. പക്ഷേ ആ പേടിയുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അമ്മായിമ്മയും മരുമകനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. എന്നാലും എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത് അമ്മയുടെ സൗന്ദര്യം കണ്ടിട്ടല്ലേ, അമ്മമ്മയെ ഓർത്തിട്ടാണോ? ഇനി അമ്മമ്മയുടെ ഏതെങ്കിലും കസ്റ്റഡിയിൽപ്പെട്ട ആളായിരുന്നു എൻ്റെ അച്ഛൻ. ആദ്യം അമ്മമ്മ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം സ്വന്തം കാര്യങ്ങൾക്ക് ഉതകുന്ന ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താം, ക്ഷണിച്ചു വരുത്താമെന്ന് വിചാരിച്ച് കാണും. അതാണ് വർഷങ്ങളായി തുടരുന്നത്. എൻ്റെ അമ്മ പാവം ഒന്നും അറിയില്ലായിരിക്കാം. ഇനി അമ്മയെ അറിഞ്ഞുകൊണ്ടാണോ? എൻ്റെ അമ്മയ്ക്ക് അമ്മമ്മയെ എതിർക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ അമ്മമ്മയുടെ ഈ ലീലാവിലാസമെല്ലാം എൻ്റെ അമ്മയ്ക്കും അറിയാമായിരിക്കും. അതായിരിക്കും യഥാർത്ഥം എന്ന് എനിക്ക് തോന്നി. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക്
എനിക്ക് വളരെ കൺഫ്യൂഷനായ ദിവസമായിരുന്നു. ഞാൻ പിന്നീടുള്ള ശബ്ദങ്ങളും ബഹളങ്ങളും ഒന്നും കേൾക്കാൻ നിന്നില്ല. ഞാൻ എൻ്റെ റൂമിൽ പോയി. എനിക്ക് ഒരു തുള്ളി പോലും ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ശരിക്കും എൻ്റെ അമ്മയെ മറഞ്ഞിട്ടാണോ? ഇത് എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക കോർഡിനേഷൻ പദ്ധതി ആയിരിക്കാം എന്ന് ഓർത്തു. ഇത്രയും നാളായിട്ടും ഇത്ര വർഷം ഇവിടെ ജീവിച്ചിട്ടും എനിക്കിതൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ശരിക്കും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിഗൂഢ രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. യാദൃച്ഛികമായി ഇങ്ങനെ വല്ലതും അറിഞ്ഞെങ്കിലായി എന്ന് ഞാൻ ഓർത്തു. ഈ ലോകം വളരെ വിചിത്രമാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. എന്തൊരു ത്രില്ലുണ്ട്. ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ. എനിക്ക് എൻ്റെ ഹൃദയം അങ്ങുണർന്നു കഴിഞ്ഞപ്പോൾ കാമുകനെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ വേണ്ട, അതിൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതെനിക്ക് നെഗറ്റീവായിട്ട് ഭവിക്കുന്നോർത്ത് ഞാൻ ഉള്ളിലടക്കി വെച്ചു. പക്ഷേ ഈ രഹസ്യം എൻ്റെ ഹൃദയത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു മാഡം. ഞാൻ രാവിലെ എങ്ങനെയൊക്കെയോ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കുമുണ്ട് എൻ്റെ അമ്മമ്മ അടുക്കളയിലുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് മോളെ നീ ദോശയൊന്ന് ഉണ്ടാക്ക്, ഞാൻ ദേ തുണിയൊന്ന് വിരിച്ചിട്ട് വരട്ടെ, എല്ലാം മുക്കി വെച്ചിരിക്കുകയാണ് കംഫോർട്ടിൽ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ പല സംഗതികളുമാണത്. അല്ലെങ്കിലും ഇവിടെ അച്ഛൻ്റെ എല്ലാ ഇൻറ്റിമേറ്റായിട്ടുള്ള വസ്ത്രങ്ങളും അലക്കുന്നത് അമ്മയല്ല, അമ്മമ്മയാണ്. ഞാൻ ഓർത്തത് സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അതെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ആവശ്യത്തിലധികം പ്രാധാന്യം അത്തരം വസ്ത്രങ്ങൾക്ക് ഉണ്ട്, ഇൻറ്റിമസി ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അമ്മമ്മയുടെ ചെയ്തികൾ ഞാൻ നോക്കുകയായിരുന്നു. അമ്മമ്മയുടെ ഉള്ളിൽ ഒരു നാഗവല്ലിയുണ്ട്. ഇത്രയും പ്രായമായിട്ടും അതടങ്ങിയിട്ടില്ല. ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്ന ഒരു നൃത്തക്കാരിയാണ് എൻ്റെ അമ്മയെന്ന് എനിക്ക് തോന്നി. എൻ്റെ അമ്മ ഒരിക്കലും അമ്മമ്മയുടെ കാലിബറുള്ള വ്യക്തിയല്ല. അമ്മമ്മയുടെ നേരെ ഓപ്പോസിറ്റാണ്. അമ്മ ഒരു പാവമാണ്. അച്ഛൻ പാവം നടിച്ച് നടക്കുകയാണ്. ഇന്നലത്തെ ശബ്ദകോശങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങയുടെ ഉള്ളിലും ഒരു ദ്വന്ദ്വ വ്യക്തിത്വം ഒളിച്ചിരിപ്പുണ്ട്. അങ്ങേർ പുറമേ ഒരാളും അകമേ വേറൊരാളുമാണ്. ഈ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ്, ഞാനൊഴിച്ച് എന്നോർത്തു. ഇനി അമ്മ വരുമ്പോൾ ഞാനിത് പറയണമെന്ന് തീരുമാനിച്ചു. കാര്യം അമ്മയോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കണം. അമ്മ എന്തായാലും എന്ത് വലിയ വിവരമാണെങ്കിലും രണ്ടുപേരോടും ചോദിക്കില്ല. എല്ലാം സഹിച്ചു പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. അമ്മയോട് അറിഞ്ഞാണെങ്കിൽ അമ്മ എന്നോട് പറയുമല്ലോ എന്നോർത്തു. അമ്മ വന്നു കഴിഞ്ഞിട്ടും പറയാൻ എനിക്ക് മടിയുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനും അമ്മയും മാത്രമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചു. അമ്മേ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞുകൊണ്ടാണെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാത്രിയിൽ ഞാൻ കണ്ട കാഴ്ചകൾ അങ്ങ് പറഞ്ഞു. ഞാനൊന്നും കണ്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു. രാത്രി ശബ്ദം കേട്ട് വാതിൽ പഴുതിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രംഗങ്ങളെല്ലാം ഞാൻ കണ്ടു എന്ന് തന്നെയാണ് അമ്മയോട് പറഞ്ഞത്. അമ്മ പെട്ടെന്ന് മിണ്ടാതായി. ഞാൻ കുലുക്കി വിളിച്ചിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ല. വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം എന്നെ അടുത്ത് വിളിച്ചിട്ട് മോളെ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അറിവോടുകൂടി തന്നെയാണ് അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ ചുണ്ടിൽ കൈ ചേർത്ത് വെച്ചു. നീ ബഹളമുണ്ടാക്കരുത്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ പുറത്ത് പറയരുത്. എൻ്റെ ചെറിയ പ്രായത്തിൽ, കല്യാണം എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് അമ്മ നിൻ്റെ അച്ഛനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അത് അമ്മയുടെ ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു. അമ്മയ്ക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സൗന്ദര്യമുള്ളൊരു പുരുഷനെ എൻ്റെ ഭർത്താവായി അവരോധിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കും ഒന്ന് നടനം ചെയ്യാമെന്നായിരുന്നു മോളെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് മോളെ എനിക്ക് ഡേറ്റ് ആയത്. അപ്പം പിന്നെ 6-8 ദിവസത്തേക്ക് ഞാൻ റെസ്റ്റല്ലേ. നിൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്കല്ലേ കെട്ടിക്കയറിയത്. അന്ന് ഈ വീടല്ല, വേറൊരു വീടാണ്. പക്ഷേ എന്നാലും ഇഷ്ടം പോലെ സ്ഥലവും ഇടവും ഉണ്ട്. അതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മാറി വേറെ റൂമിൽ കിടക്കണമെന്ന്. അങ്ങനെ ഒരാചാരമുണ്ടെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. പക്ഷേ ആ ആചാരങ്ങൾക്കിടയിൽ ഞാൻ മാറിക്കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ 7 ദിവസവും അമ്മ കൈയടക്കി. ശരിക്കും
ഒറ്റയ്ക്ക് കിടന്ന നിന്റെ അച്ഛൻ്റെ റൂമിലേക്ക് അമ്മമ്മ അധികാരത്തോടുകൂടി ചെല്ലുകയായിരുന്നു. ബാക്കി അച്ഛന് വിധേയത്വമുള്ളത് കൊണ്ട് അതൊക്കെ പേടിച്ച് സ്മൂത്തായിട്ട് നടന്നു മോളെ. അച്ഛൻ തന്നെ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു. അത് കേട്ട് അമ്മയുമായി തർക്കിക്കാൻ ഞാൻ പോയതാണ്. പക്ഷേ അന്ന് അമ്മയുടെ വാലിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ഇതൊക്കെ സമ്മതിച്ച് നിന്നാൽ മതി, ഇല്ലെങ്കിൽ തെരുവിലിറങ്ങിപ്പോകാൻ അമ്മ എന്നോട് പറഞ്ഞു. അതേപോലെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ വലിയ പണമൊന്നുമില്ല. അച്ഛൻ പണം മോഹിച്ച് ഇങ്ങോട്ട് വന്നു. എനിക്കാണെങ്കിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ലോകം എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഞാൻ അന്നു മുതലേ എല്ലാം സമ്മതിച്ചു. നിന്റെ അച്ഛൻ അങ്ങേരെ എൻ്റെ അടുത്ത് എൻ്റേതായ ദിവസങ്ങളിൽ വരും. അല്ലാത്തപ്പോൾ അമ്മമ്മയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് സ്വന്തമാണ്. അത് വർഷങ്ങളായി, ഇപ്പോൾ എത്രയോ വർഷമായതുകൊണ്ട് എനിക്കിപ്പോൾ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല മോളെ. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു താല്പര്യം ഇല്ലാതായിരിക്കുകയാണ്. പക്ഷേ നിൻ്റെ അമ്മമ്മ അങ്ങനെയല്ല. അവർ എന്നും ആളിക്കത്തുന്ന ഒരു കടാവിളക്കാണ്. അമ്മമ്മയ്ക്ക് 90 വയസ്സായാലും മോളെ ഇതൊന്നും ഒരിക്കലും കേടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്കും വികാരവതിയാണ് അവരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. നീ ഇത് ആരോടും പറയരുത്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ്. അവരുടെ വിരോധം വരുത്തി വെച്ചാൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അതെന്താ അമ്മേ, എല്ലാം നമുക്ക് അവകാശപ്പെട്ടതല്ലേ? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും അമ്മയുടെ കയ്യിലാണല്ലോ എല്ലാം. അതുകൊണ്ട് നമുക്ക് ലാവിഷായിട്ട് ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾക്ക് കണ്ണടക്കേണ്ടി വരും. മോള് അറിഞ്ഞ രഹസ്യം മനസ്സിൽ വെക്കുക. അർദ്ധരാത്രിയിലോ മറ്റോ ഇറങ്ങി അമ്മമ്മയുടെ റൂമിൻ്റെ ഉടങ്ങും പോകരുത്. ഇതറിഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞാൽ തള്ള നിന്നോടും വലിയ ക്രൂരമായിട്ടായിരിക്കും പെരുമാറുക. അതുകൊണ്ട് നീ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അവർക്ക് നിന്നോട് അമിതമായ വാത്സല്യമുണ്ട്. ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിന്റെ കല്യാണം നടത്തും. നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി പോയി ജീവിക്കുക. എൻ്റെ ഭർത്താവ് ഇപ്പോൾ പോയാലും വന്നാലും എനിക്കൊന്നുമില്ല. നീ അതിനെക്കുറിച്ച് ഓർത്ത് വേദാതിപ്പെടേണ്ട കാര്യമില്ല. പുതിയ ലോകത്ത് പുതിയ പല ജീവിതങ്ങളും മോള് കാണേണ്ടി വരും. ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മോളെ. നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത്. അതുകൊണ്ട് മോള് പ്രശ്നമുണ്ടാക്കരുത് എന്ന് അമ്മ പറഞ്ഞു. അതോടുകൂടി ഞാൻ അധ്യായം അടച്ചു വെച്ചു. പക്ഷേ അമ്മമ്മയും അച്ഛനും എനിക്ക് എപ്പോഴും അത്ഭുതമായിരുന്നു. ഈ വീട് വ്യത്യസ്തമായ വീടാണെന്ന് എനിക്ക് തോന്നി മാഡം. ഇതിനിടയ്ക്ക് ഏകദേശം 6 മാസത്തിന് മുമ്പ് ഏതോ വീട്ടിൽ കള്ളൻ കയറുന്നു വെച്ചിട്ട് ഇവിടെ CCTV വെച്ച് മാഡം. അതിനു മുമ്പ് വരെ അമ്മമ്മ CCTV വിരോധിയായിരുന്നു. CCTV വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞു. എനിക്ക് അതിനിടയ്ക്ക് ഒരബദ്ധം പറ്റി മാഡം. ഒരു ദിവസം പകൽ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ കാമുകൻ ബൈക്കിന് വന്നത്. പകലാണല്ലോ, അപ്പം ആ ഗേറ്റിന് അവിടെ നിന്ന് സംസാരിച്ചാൽ എന്താ എന്ന് വിചാരിച്ച് ഞാൻ അവനോട് അവിടെ നിന്ന് സംസാരിച്ചു. ആ സമയത്ത് അവൻ എൻ്റെ മൂക്കിലൊന്ന് പിടിച്ചിട്ട് പോയി മാഡം. ഇതെല്ലാം CCTVയിൽ അച്ഛനും അമ്മയും അമ്മമ്മയുമൊക്കെ കണ്ടു മാഡം. 2 ദിവസം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പഠിക്കുന്ന ആളാണെന്ന്. കൂടെ പഠിക്കുന്ന ആളോ? കണ്ടിട്ട് നിന്നേക്കാൾ പ്രായമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ആളാണെന്ന്. എന്തായാലും അമ്മമ്മയാണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മുന്നിൽ നിന്നത്. ആരാടി അവന്? നീ അവനും തമ്മിൽ പ്രേമമാണോ? 2 പേരും കൂടി കറങ്ങാൻ പോയിട്ടുണ്ടോ? ഹോട്ടലിൽ വല്ലതും പോയിട്ടുണ്ടോ? കോളേജ് കട്ട് ചെയ്ത് കറങ്ങി നടക്കാറുണ്ടോ? സിനിമ തിയേറ്ററിൽ പോകാറുണ്ടോ? പിന്നെ ടൂറാണെന്ന് പറഞ്ഞ് ഊട്ടിയിൽ പോയത് ഇവൻ്റെ കൂടെ ആയിരുന്നോ? അവൻ നിന്റെ മൂക്കിൽ പിടിക്കുന്നത് കണ്ടിട്ട് എല്ലാം കഴിഞ്ഞെന്ന് തോന്നല്ലോ. സത്യം പറഞ്ഞു, നീ ഇപ്പോൾ ശരിക്കും നല്ലൊരു പെണ്ണാണോ അതോ പിഴച്ചു പോയോ എന്നൊക്കെ എന്നോട് അമ്മമ്മ ചോദിച്ചു. അച്ഛനും അമ്മയും കാഴ്ചക്കാരായിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അമ്മമ്മ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ തൃപ്തിയുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നി. ആദ്യം ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഒരിഷ്ടമുണ്ട്, അത്രയേ ഉള്ളൂ, അതും ഡെവലപ്പൊന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അമ്മമ്മ തർക്കിക്കുകയാണ്. നിൻ്റെയും അവൻ്റെയും ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം എല്ലാം കഴിഞ്ഞു എന്ന്. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൊട്ടിത്തെറിച്ചു. അതെ, ഞങ്ങൾ തമ്മിൽ നല്ല പ്രേമത്തിലാണ്, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം വിവാഹം കഴിക്കണമെന്ന്. ഉടനെ അമ്മമ്മ അലറിക്കൊണ്ട് ചാടി വീണു. എടീ, എനിക്ക് അപ്പോഴേ അറിയാം, കണ്ടപ്പോഴേ മനസ്സിലായി എല്ലാം കഴിഞ്ഞെന്ന്. അവൻ ഏത് ജാതിയാടി, ഏത് മതമാടി, എങ്ങനെയാ അങ്ങനെയാ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ ജാതി മതമൊക്കെ നോക്കി തന്നെയാണ് പ്രേമിച്ചിരിക്കുന്നത്, അവർ നമ്മളെക്കാൾ വലിയ കുടുംബക്കാരാണെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയ്ക്ക് ഇത്തിരി ഒന്ന് ആശ്വാസമായി. അവൻ നിന്നെ കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടോ? എന്ത് വിചാരിച്ചാ നീ പോയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ട്, പാവമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കവനൊന്ന് കാണണം, അവൻ്റെ കുടുംബവും ചുറ്റുപാടുകളുമൊക്കെ ഒന്ന് നോക്കി ഉറപ്പിക്കണം. കാര്യം അവന് നമ്മളെക്കാൾ സമ്പന്നതയുണ്ടോ എന്ന് എനിക്ക് നോക്കേണ്ട കാര്യമുണ്ട്. അതുമാത്രവുമല്ല, ഇവിടുത്തെ ഇത്രയും സ്വത്തുക്കൾ
വസ്തുക്കൾ ഏതെങ്കിലും ഒരുത്തൻ്റെ വായിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മമ്മ വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു പുള്ളിയെ ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചു. അവനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കാരണം ഞാൻ അവനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ചുമ്മാ വീട്ടിലേക്ക് വാ എന്നേ പറഞ്ഞുള്ളൂ. അമ്മമ്മയ്ക്കൊന്ന് കാണാമല്ലോ. അച്ഛൻ ഓഫീസിൽ പോയ സമയത്ത് അമ്മമ്മയും ഉള്ളപ്പോഴാണ് പുള്ളി വന്നത്. ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ സംസാരിച്ചു. അതിനിടയ്ക്ക് അമ്മമ്മ കയറി ഇങ്ങ് ചോദിച്ചു, നിനക്ക് ഇവളെ ഇഷ്ടമാണോ എന്ന്. അത് കേട്ട് അവൻ ഞെട്ടി. എന്നാലും ഇഷ്ടമാണ്, ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി കഴിഞ്ഞ ശേഷം കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അമ്മമ്മ എവിടെയാണ് വീട്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്, അവരുടെ ഒരു ആൻറ്റി. പിന്നെ അവൻ്റെ അച്ഛനും എൻ്റെ അച്ഛനെ പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല, ഞങ്ങളുടെ കുടുംബത്തിലാണ് സമ്പത്ത് കൂടുതലുള്ളത്, അവരുടേത് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കാൻ ഒരു പ്രയാസവുമില്ല. അമ്മ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് ഓടി വന്ന് കല്യാണം കഴിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അമ്മമ്മയ്ക്ക് എൻ്റെ കാമുകനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. സുന്ദരനായവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ തരവില്ലല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാൻ ഒരു പ്രശ്നവുമില്ല, സൂക്ഷിക്കണം, അധികം കറങ്ങി നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് ചെയ്ത് ഞങ്ങളെ പറത്ത് വിട്ടു. എനിക്ക് സന്തോഷമായി. ഇത്തിരി വഴക്കുണ്ടാക്കിയെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്കെത്തിയല്ലോ എന്ന്. അവൻ്റെ നമ്പരൊക്കെ അമ്മമ്മ മേടിക്കുകയും ചെയ്തു. നല്ല കാര്യം. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി പാർക്കിലിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ്. അപ്പോഴുണ്ട് അവൻ്റെ ഫോണിൽ അമ്മമ്മയുടെ കോൾ വരുന്നു. ഞാൻ പറഞ്ഞു എടുക്കാൻ. അത് പിന്നെ സംസാരിക്കാം, അമ്മമ്മ ചുമ്മാ വിളിക്കാതിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കാമെന്ന്. അവൻ എടുക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് അത് വാങ്ങിച്ച് എടുത്തു. മാഡം, എനിക്കെന്തോ ഒരു സംശയം ആ സമയത്ത് സ്പോട്ടിൽ തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല. ഒരു സംശയം ഇല്ലാത്ത സമയത്തും എന്തോ എൻ്റെ ആറാം ഇന്ദ്രിയം പ്രവർത്തിച്ചതായിരിക്കാം. ആ സമയത്ത് ഞാനത് പെട്ടെന്ന് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൻ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ഞാൻ കാതോട് ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയാണ് പെട്ടെന്ന് എന്താടാ ഡാഷ് മോനെ ഇത്രയും നേരം വൈകിയതെടുക്കാൻ എന്നുള്ള രീതിയിലൊരു വാചകം. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് ഇന്ന് അഭിഷേകം തരാൻ വേണ്ടി നീ വരില്ലേടാ എന്ന മട്ടിൽ പച്ചയായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവൻ തട്ടിപ്പറിച്ച് അത് കട്ട് ചെയ്തു. ഞാൻ ഷോക്കായിപ്പോയി. അവനോട് ഞാൻ അവിടെ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞ് ഒരമ്മയുടെ സ്നേഹത്തിൽ പെരുമാറിയ അമ്മമ്മ പിന്നീട് കല്യാണം നടക്കണമെങ്കിൽ അവനും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞത്രേ. ആദ്യം അവൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കല്യാണം നടക്കില്ലെന്നായി. സ്വത്തും നിനക്ക് തരില്ല, എല്ലാം നിനക്കും കൂടി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മമ്മയ്ക്കും ചില ആഗ്രഹങ്ങളുണ്ട്, കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും അവൻ അമ്മമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് പോലും. പ്രേമിക്കുന്ന എൻ്റെ അടുത്ത് പോലും വരാൻ അവന് ധൈര്യക്കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നിലധികം വട്ടം നടന്നു കഴിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. അതോടുകൂടി ഞാനിപ്പോൾ വല്ലാത്തൊരു മനോവിഷമത്തിലാണ്. ആ ഒരു ബന്ധം ഞാൻ ഉപേക്ഷിച്ച മട്ടിലാണ്. അവനെ ഞാൻ ബ്ലോക്ക് ചെയ്തു മാഡം. പക്ഷേ ഇതുവരെ അവൻ അമ്മമ്മയോട് പറഞ്ഞിട്ടില്ല, അമ്മമ്മയും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഇനി കാര്യമായൊരു കാര്യം വരുമ്പോഴായിരിക്കും ഇതൊക്കെ എന്താകും എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടില്ല. അവനാണെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടും വിളിക്കുന്നതൊക്കെ എനിക്ക് മിസ് കോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ബന്ധത്തെ എങ്ങനെ സമീപിക്കണം? എൻ്റെ അമ്മയെപ്പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണോ മാഡം? ഒരു ഭൂരിപക്ഷം പേരും പണത്തിന് വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിലും തയ്യാറാകുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മയാണെങ്കിലും നിങ്ങളുടെ അച്ഛനാണെങ്കിലും ഒക്കെ ഈ കാര്യങ്ങൾ പണത്തിൻ്റെ കാര്യം ഓർത്ത് സ്വത്തിൻ്റെ കാര്യം ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്താണ്. അവർക്കിപ്പം ഇനി എന്ത് കണ്ടാലും എന്ത് തരം അഡ്ജസ്റ്റ് ആണെങ്കിലും ഇനി നിങ്ങളോട് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. അവരുടെ ജീവിതത്തിൽ അതൊക്കെ അവർ തരണം ചെയ്ത് കഴിഞ്ഞിരുന്നു. നിങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മനോഭാവം ഇല്ലാത്തത്. പിന്നെ നിങ്ങളുടെ കാമുകനാണെങ്കിലും സ്വത്ത് കൂടുതൽ കിട്ടുമെങ്കിൽ എന്താ, കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിൽ അത് കിട്ടിയാൽ പൊളിക്കുമോ? അപ്പോൾ അമ്മ പറഞ്ഞ പോലെ കേൾക്കാം എന്നവനും വിചാരിച്ചതിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അത് കുറ്റമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു ഭർത്താവിന് നിങ്ങൾക്ക് ആവശ്യമില്ല. അമ്മ പറയുന്ന ആളെ തലയിൽ കയറ്റാതിരിക്കുക. അമ്മമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ബന്ധം തുടർന്നോട്ടെ. എന്തായാലും നിങ്ങൾ ഇത്തിരി വിഷമിച്ചെങ്കിലും ആ ബന്ധം ഉപേക്ഷിച്ചല്ലോ. ഉപേക്ഷിച്ച ബന്ധം ഇനി തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല. പിന്നെയും കുളമാകുന്നതിന് ജീവിതം നയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലി നേടുക. അതൊക്കെ കഴിഞ്ഞ് മാത്രം പ്രേമം, കല്യാണം, കുടുംബം ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പം പറ്റിയ അബദ്ധം അത് പാടെ മറക്കുക. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്വകാര്യമായ കാര്യമാണ്. വിഷമകരമാണെങ്കിലും അതിനെ ആ രീതിയിൽ കണ്ട് അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. ആരോടും ഉടക്കാനൊന്നും പോകണ്ട. സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് മറക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക.
ആ ഒരു രീതിയിൽ ആരെയും പിണക്കാതെ ജീവിച്ചു പോവുക, സ്വത്തിൻ്റെ പുറകെ പോകാതിരിക്കുക. നിങ്ങൾ തന്നെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് നിങ്ങളുടേതായ സാമ്പത്തികം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ സ്വത്തിന് മേൽ ഒരു മോഹമൊന്നും തോന്നില്ല. നല്ല വ്യക്തിയായിട്ട് വളർന്നു വരിക.